നമ്മൾ ഇന്നിവിടെ ഒരു കൂട്ടുകറി ഉണ്ടാക്കാൻ പോവുകയാണേ. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് കോവയ്ക്ക, വഴുതനങ്ങ, സവോള, പച്ചമുളക് എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ചട്ടിയിൽ എണ്ണ ചൂടാക്കി കഴിയുമ്പോഴത്തേക്കിന് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. നന്നായിട്ട് വഴറ്റി കൊടുക്കാവേ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കറിയൊക്കെ തന്നെയാണ്. അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഒരു കൂട്ടുകറിയാണ്, വറുത്തരച്ച് വെക്കുന്നൊരു കൂട്ടുകറി. മൂടി വെച്ച് കഴിക്കുക. വെള്ളമൊന്നും ഒഴിക്കരുത്, എണ്ണയ്ക്കകത്ത് തന്നെ ഇരുന്നത്. അവിടെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. തേങ്ങ, മുളക്, ചുവന്നുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇത്ര സാധനം നമ്മൾ ചട്ടിയിലെ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാവേ. നല്ല ബ്രൗൺ കളർ ആകുന്നതിന് വരെ വറുത്തെടുക്കാം. ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, നുള്ളു മതിയേ, നുള്ളു മല്ലിപ്പൊടി, മുളക് ഞാൻ അതിനകത്ത് ഇട്ടേക്കുന്നുണ്ട് ഉള്ളത് കൊണ്ട് ഒരു നുള്ളു മുളക് പൊടിയും കൂടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ആവശ്യമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇച്ചിരി അരിക്കിട്ട് കൊടുക്കുന്നതാണ്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെച്ചതിന് ശേഷമാണ് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ ഫ്ലേവർ, കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവർ അതിൽ നിൽക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തത്. അല്ലാതെ നമ്മൾ സാധാരണ വറുത്തര കറി വെക്കുമ്പോഴത്തേക്കും നമ്മളിട്ട് വറുത്തരയ്ക്കുകയല്ല ചെയ്യുന്നത്. ഇതിപ്പം ഇങ്ങനെ വെക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ ഫ്ലേവർ നിൽക്കാൻ വേണ്ടി മാത്രമാണ് ലാസ്റ്റ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഒന്ന് വാടത്തേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് കറിവേപ്പില വാടത്തേ ഉള്ളേ. എൻ്റെ ചാനൽ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം. മിക്സിയിൽ ജാറിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാം. എല്ലാവരും ഈ ചാനലൊന്ന് ഷെയർ ചെയ്യണേ, ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, എന്ന് വെച്ചാൽ ആരുമില്ല എന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുത്തത്. ഒരു കയ്യിൽ ഫോണുണ്ട്, ഒരു കൈ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഉച്ചയ്ക്കത്തെ ഭക്ഷണം തോരനും മീനൊക്കെ മാത്രമേ ഉള്ളായിരുന്നു. എന്തെങ്കിലും ചാറ് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരു കൂട്ടുകറി വെക്കാൻ. അങ്ങനെയാണ് വെക്കാൻ തീരുമാനിച്ചത്. അപ്പം എന്നാൽ അതൊന്ന് വീഡിയോ ആക്കിയേക്കാമെന്ന് വിചാരിച്ചു. പുളിയാണ് നമ്മൾ പുളിവെള്ളം, വാളംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്, അത് നമ്മൾ പിഴിഞ്ഞെടുക്കുവാണേ. ഈ അരപ്പ് നമുക്ക് ഈ വഴറ്റി വെച്ചേക്കുന്ന അതിനകത്ത് ചേർത്ത് കൊടുക്കും. കോവയ്ക്കയും വഴുതനങ്ങയും സവോളയും പച്ചമുളകും ചുവന്നുള്ളിയും ഉണ്ട് അതിലേക്കാണ് ഈ അരപ്പ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഈ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി നല്ല തിള വരുമ്പോൾ ഇച്ചിരി ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇച്ചിരി പഞ്ചസാര, ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. വാങ്ങി വെച്ച് ഞാൻ കറി കേട്ടോ. നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ടോ? വാങ്ങി വെച്ചിട്ട് നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക്
ആദ്യമേ ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ തേങ്ങയും ചുവന്നുള്ളിയും പിന്നെ ഉണക്കമുളകും മറ്റേ കറിവേപ്പിലയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തേങ്ങയാണേ. തേങ്ങാക്കൊത്ത് ആദ്യം ഇട്ട് കൊടുത്തു. അതൊന്ന് ചുവന്ന് വരുമ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ചുമന്ന് വരണം തേങ്ങാക്കൊത്തെ. തേങ്ങാക്കൊത്ത് ചുമന്നിട്ടുണ്ട്. നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വറ്റൽമുളക് 2 മുറിച്ചിട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാവേ. കറിവേപ്പില ഇട്ട് കൊടുത്ത് കറിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാൻ പോവാണേ. കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണ്. ഞാനിത് പിന്നെ കുറച്ച് നേരം മൂടി വെക്കും. ആ ഫ്ലേവറും ആ മണവും ഒക്കെ ആ കറിക്കകത്ത് നിൽക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം ഇത് മൂടി വെക്കുവേ. ആ കടുക് തളിച്ച മണമൊക്കെ. ഇതാണ് എൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ പുറത്തൊഴിച്ച് കാണിക്കാം കേട്ടോ. പിന്നുള്ളത് തോരനും മീൻ വറുത്തത് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ഒരു കറിയും കൂടെ വെച്ചു. കറി റെഡി, ചോറും റെഡി. ഓക്കെ, ടാറ്റാ, ബൈ.